ഹായ്, അൽഫിനാണ്. ഞാൻ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വന്നതാണ്. കാരണം ATS-CVയുടെ കാര്യം എന്നോട് 2-3 പേര് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ട് വന്നതാണ്. ഈ ATS-CVയിൽ നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഫോട്ടോസോ കാര്യങ്ങളോ മൾട്ടി ഫോൺസ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പാടില്ല. ഒറ്റ ഒറ്റ ഫോണ്ട്, അതായത് നമ്മുടെ പേര് ഫണ്ടായി കൊടുക്കേണ്ടത് നമ്മുടെ പേരാണ്. അതിപ്പം എൻ്റെ പേരിപ്പോൾ ആണെങ്കിൽ അൽഫിൻ സലീം. സോ എൻ്റെ പേര് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് റൈറ്റ് സൈഡിലായിട്ട് ഇപ്പം ഫോണോ മൊബൈൽ നമ്പരോ മെയിൽ ഐ ഡിയോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. സോ അപ്പം അത് റൈറ്റ് സൈഡിലായിട്ട് ഒരു നമ്മുടെ കോൺടാക്റ്റ് ഇപ്പോൾ മെയിൽ ഐ ഡി കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഉള്ള ലൊക്കേഷൻ കൊടുക്കുക. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ എന്തെങ്കിലും കൊടുക്കുക. അതങ്ങ് തീരും. എന്നിട്ട് തൊട്ട് താഴെയായിട്ട് പ്രൊഫൈൽ സമ്മറി, ഒരു 5 സെൻറ്റൻസ് 6 സെൻറ്റൻസ് മാക്സിമം, അങ്ങനെ ഒരു സെൻറ്റൻസ് ജസ്റ്റ് പ്രൊഫൈൽ സമ്മറി ആയിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻസ്, അതായത് എന്താണ് പഠിച്ചിട്ടുള്ളത്, അത് റീസെൻ്റ്ലി പഠിച്ചിട്ടുള്ളത് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് തൊട്ട് താഴെ കൊടുക്കുക. അതിപ്പം PG പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ PG കൊടുക്കുക. അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ഡിഗ്രി കൊടുക്കുക. ഇപ്പോൾ ഡിഗ്രി മാത്രം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി കൊടുക്കുക. അത് മതിയാവും. അല്ല നമ്മൾ നാട്ടിലെ പോലെ തന്നെ +2 അല്ലെങ്കിൽ 10th അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. സോ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് അത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം PG കഴിഞ്ഞപ്പോൾ മാസ്റ്റേഴ്സ്, ഇപ്പോൾ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ, അല്ലെങ്കിൽ MC ആണെങ്കിൽ MC, എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ കൊടുക്കേണ്ടത് എവിടെ ചെയ്തതെന്നുള്ളതും ഏത് പ്ലേസിലാണ് ലൊക്കേഷൻ എന്നുള്ളത്. എന്നിട്ട് തൊട്ട് താഴെ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് ഇയർ മാത്രം മതിയാവും. അങ്ങനെ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്ക് എക്സ്പീരിയൻസ് അത് കൊടുക്കേണ്ടെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് റീസെൻ്റ്ലി ആയിട്ടുള്ളത്, ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് റോള് വെക്കുക. തൊട്ട് താഴെയായിട്ട് കമ്പനി വെക്കുക. എന്നിട്ട് ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണെന്നുള്ളത് വെക്കുക. ഇത്രയും മതിയാവും. അത് ആ ഇയർ എന്നുള്ളത് റൈറ്റ് സൈഡിലായിട്ട് അങ്ങ് ഏറ്റവും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇന്ന ഇയർ ടു ഇന്ന ഇയർ വരെ ജസ്റ്റ് അത്. ഇപ്പോൾ 2024 to 2025 അങ്ങനെ ഒരെണ്ണം മാത്രം കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് എന്ത് വർക്ക് ചെയ്തതിൻ്റെ പോയിൻറ്റ്സ്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ വേറെ ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്തത്, അപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ കാര്യം വെച്ച് പറയാം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതല്ല, ഫ്ലൈറ്റ് റൂട്ടാണ്. ഇവിടെ അടുത്ത് ദുബായ് എയർപോർട്ടാണ്. സോ ഫ്ലൈറ്റ് പോയി കഴിയുമ്പോൾ ഭയങ്കര നോയ്സ്, നിങ്ങൾക്കൊന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പോസ് ആക്കുന്നത്. സോ അപ്പം വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കമ്പനി കാര്യങ്ങളൊക്കെ എന്നിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് മാത്രം പറയുക. ഇപ്പം ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹാൻഡിൽ ചെയ്തിരുന്നത് GRN ആണെന്നുണ്ടെങ്കിൽ GRN, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഒറ്റ സെൻറ്റൻസ് ഇന്നതായിരുന്നു. തൊട്ട് താഴെ ഇപ്പം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം സ്റ്റോക്ക് മീൻസ് ഐറ്റം വന്നത് ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട്, അപ്പോൾ അതൊന്നും വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പോയിൻ്റായിട്ട് കൊടുക്കുക. അങ്ങനെ മാത്രം കൊടുക്കുക. അല്ലാതെ ഡീറ്റെയിൽ നമ്മൾ പാരഗ്രാഫായിട്ട് ഒന്നും വെക്കണ്ട. പോയിൻ്റ് ഔട്ട് മാത്രമായിട്ട് വെക്കുക. അതുപോലെ തന്നെ റീസെയിലുള്ള കംപ്ലീറ്റ് ഇപ്പോൾ നിങ്ങൾ എത്ര കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ ഡീറ്റെയിൽ ആയിട്ട് വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്, IT റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ അതും ജസ്റ്റ് അത് എക്സ്പ്ലനേഷനോ കാര്യങ്ങളൊന്നും വേണ്ട, എന്നെ അറിയാമെന്നുള്ളത് നോക്കുക. ജസ്റ്റ് ഇതിന് എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ ലൈൻ അത് മാത്രം ചെയ്യുക. പോയിൻ്റ് ഔട്ട് മാത്രം കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലാംഗ്വേജ് അറിയാമെന്നുള്ളത് കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ATS സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള CV-യാണ്. നമ്മുടെ വേറെ രീതിയിലുള്ള മറ്റേ ബാക്കിലെ ഫാമിലി ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അറിയേണ്ടതില്ല വെച്ചാൽ. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റോൾ അനുസരിച്ചിരിക്കണം. കാരണം ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ലോജിസ്റ്റിക്സ് അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഡെവലപ്പറായിട്ട് വല്ലതും ആണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി വർക്ക് ചെയ്തതിൻ്റെ അത് കൊടുക്കുമ്പോഴത്തേന് നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളത് വേണം. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ളത് വെക്കണം. കാരണം കമ്പനീസ് എല്ലാം ATS യൂസ് ചെയ്യുന്ന ടൈമിൽ അവർ കുറച്ച് കീവേഡ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ കീവേഡ്സ് അനുസരിച്ചായിരിക്കും ATS നമ്മുടെ CV സെലക്ട് ചെയ്യുന്നതും റിജക്റ്റ് ചെയ്യുന്നതും. ആ കേസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങളുടെ CV സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഏത് നീഷ വെച്ചിട്ടാണെന്നുള്ള ആ നീഷ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് കുറേ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുക. അപ്പോൾ അവരതിൻ്റെ അകത്ത് താഴെയായിട്ട് ആ ജോബിൻ്റെ ഇപ്പോൾ നോക്കിയോ ഇൻഡീഡോ ലിങ്ക്ഡിനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് സ്കിൽസ് കൊടുത്തിരിക്കും. ആ സ്കിൽസ് നിങ്ങൾ മാക്സിമം നോക്കുക. എന്നിട്ട് ആ സ്കിൽസാണ് അവർ maybe ATSനകത്ത് കൊടുത്തിരിക്കുക. മോസ്റ്റ് ഓഫ്ലി അതായിരിക്കും കൊടുത്തിരിക്കുക. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ CV-യിൽ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആ കേസിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ചിലപ്പം ജാവ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ ജാവയായിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ SQL-ഒക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സ്കിൽസ് അത് വെച്ചിരിക്കും. അത് നിങ്ങളുടെ CV-യിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതിനകത്ത് വെക്കാൻ നോക്കുക. അപ്പോൾ സർവൈവിങ് ചാൻസ് കൂടുതലായിരിക്കും. കാരണം ഇവിടെ CV സർവൈവ് ചെയ്ത് ATS സോർട്ട് ചെയ്യുന്ന CVs മാത്രമേ ഇൻ്റർപോളിയോ കാര്യങ്ങളും വരികയുള്ളൂ. അല്ലാത്ത എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആയിപ്പോകും. ATS തന്നെ റിജക്റ്റ് ആകും. അത് HR മുമ്പിലോ ഹയറിംഗ് മാനേജർ അവർ മുമ്പിലോ എത്തുകയില്ല. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ ATS കൂടെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് ചോദിക്കുക. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട്